ഞാന് കണ്ണാപ്പി നോക്കി, കണ്ണാപ്പി വന്നു, ഹായ് പറഞ്ഞു. ആദ്യം എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ആരെന്ന്. അപ്പം ഞാൻ ഹായ് ബ്രോ പറഞ്ഞു. അപ്പൊ ശരി പോയി. ഞാന് അടുത്ത എന്റെ കൂട്ടുകാരന്മാര് ഒമേഗിൾ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ഇതിനെ കിട്ടിയോ നമ്മുടെ കണ്ണാപ്പി? അവന്മാര് ചോദിച്ചു കണ്ണാപ്പി കിട്ടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു കിട്ടി. ആരാ അതാരാ ചോദിച്ചു. ഈ ലൈവ് എടുത്ത് കാണിച്ചു തന്നപ്പോഴാണ് ഞാൻ നോക്കുന്നത്. ദൈവമേ, എന്റെ അടുത്ത് വന്നിട്ട് പോയി അപ്പോ ശരിയെന്ന് പറഞ്ഞു പോയ ആളാ കണ്ണാപ്പി. എന്നിട്ട് ഞാൻ ശരി ഓക്കെ റോക്സിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ റോക്സിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ഈ എന്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എന്നെ ഒന്ന് വളർത്തി ഒരു വലിയ നിലയിൽ എത്തിക്കണം. വലിയ നിലയിൽ എത്തണമെങ്കിൽ സ്വന്തമായിട്ട് പണിയെടുക്കണം. അതാ പറഞ്ഞേ. അല്ല, നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താ. നീ എന്ത് പണിയെടുക്കുന്ന എന്നോടൊന്ന് പറഞ്ഞേ. നിന്റെ യൂട്യൂബ് ചാനൽ നീ കൊണ്ടുപോവാ, നീ എന്ത് പണിയെടുക്കുന്നു പറഞ്ഞേ. എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എടുത്തിട്ട് ഗെയിം കളിക്കും, എന്നിട്ട് അത് എടുത്തിടും. ഇന്നൊരു ഒമേഗിളിൽ ഞാൻ എടുത്തു, അതെടുത്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബ് ഇട്ടു. പക്ഷെ ഇതെന്റെ അമ്മയുടെ ഫോണായിപ്പോ. എന്റെ അപ്പച്ചന്റെ എനിക്ക് എന്റെ ഫോണുണ്ട്. എന്റെ ഫോണിനായിരുന്നെങ്കിൽ ഞാൻ അതില് റെക്കോർഡിങ് ഓൺ ആക്കിയിട്ട് ഞാൻ എടുത്ത് യൂട്യൂബ് ഇട്ട് ഞാനൊന്ന് ഫേമസ് ആവുമായിരുന്നു. പക്ഷെ കിട്ടിയില്ല റോക്സി എനിക്ക് ആ ഫോണില്. നീ ചെയ്യുന്ന കാര്യമെല്ലാം നീ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. കാരണം നമ്മളെ സത്യം പറയല്ലോ, നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും വരത്തില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വേറെ ആരും ഉണ്ടാവില്ല. മനസ്സിലായോ?